തീർച്ചയായിട്ടും അതെ. പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം നമ്മുടെ രാജ്യത്തിനെതിരെ ഉണ്ടാകുകയാണ്. ഇതിന് ശക്തമായ മറുപടി നമ്മൾ കൊടുക്കുന്നുമുണ്ട്. ഇസ്ലാമാബാദിലും ലാഹോറിലും ഉൾപ്പെടെ 5 പാകിസ്ഥാൻ നഗരങ്ങളിൽ വലിയ രീതിയിലുള്ള സ്ഫോടനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ട് ഉണ്ട്. ഈ റാവൽപിണ്ടിയിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്, ലാഹോറിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്, ഇസ്ലാമാബാദിൽ സ്ഫോടനം നടന്നിട്ടുണ്ട്, ഷോർക്കോട്ട് അതേപോലെ ഝാങ് തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഫോടനം നടന്നിട്ടുള്ളതായി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ പാകിസ്ഥാൻ അവരുടെ വ്യോമ അതിർത്തി പൂർണ്ണമായും അടച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 3:15 മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെയാണ് പാകിസ്ഥാൻ അവരുടെ വ്യോമ അതിർത്തി പൂർണ്ണമായും അടച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച അറിയിപ്പ് പാകിസ്ഥാൻ എയർപോർട്ട് അതോറിറ്റിയാണ് കുറച്ചു നേരങ്ങൾക്ക് മുമ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. എന്തായാലും നിരവധി തവണ ഇന്ത്യൻ അതിർത്തികളിലേക്ക് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഇന്ത്യയുടെ 26 കേന്ദ്രങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ലക്ഷ്യമിട്ട് പല രീതിയിലുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ച് ഡ്രോൺ ആക്രമണം നടത്തിയത്. ഏറ്റവും വടക്കുള്ള ലേ മുതൽ തെക്കുള്ള സീർ ക്രീക്ക് വരെയുള്ള സൈനിക കേന്ദ്രങ്ങളെ അടക്കം പാകിസ്ഥാൻ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ആക്രമണ രീതി എന്ന് പറയുന്നത് ഡ്രോൺ ആക്രമണമാണ്. ഈ ആക്രമണങ്ങളെല്ലാം ശക്തമായി പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വ്യോമ പ്രതിരോധ സംവിധാനം അത്ര സുസജ്ജമായ ഒന്നാണ്. ഈ ഡ്രോണുകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കുന്നതിൽ വലിയ രീതിയിലുള്ള പങ്ക് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം വഹിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സത്യമില്ല. 8-9 തീയതികളിൽ മാത്രം രാത്രിയിൽ നടന്ന ആക്രമണത്തിൽ 300 മുതൽ 400 ഡ്രോണുകൾ വരെയാണ് പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ പ്രയോഗിച്ചത് എന്നാണ് കണക്ക്. ഈ ആദ്യത്തെ പ്രാഥമികമായ പരിശോധനയിൽ തന്നെ ബോധ്യമായിരിക്കുന്നത് ഇത് തുർക്കിയിൽ നിർമ്മിച്ചിട്ടുള്ള ആസിസ്ഗാർഡ് സോങ്കർ മോഡലുകളാണ് എന്നുള്ള ഒരു നിഗമനത്തിലേക്കാണ് നമ്മുടെ രാജ്യം എത്തിയിരിക്കുന്നത്. എന്തായാലും വളരെ സങ്കടകരമായ കാര്യം, ഇന്നലത്തെ വിദേശകാര്യ വകുപ്പിന്റെ വാർത്താ സമ്മേളനത്തിലാണ് അവർ ഈ ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികൾ മരിച്ചതായിട്ടുള്ള സ്ഥിരീകരണം വന്നത്. ഈ 2 പേരും സഹോദരങ്ങളാണ് എന്ന് മാത്രമല്ല ഇരട്ട കുട്ടികൾ കൂടിയാണ്. അങ്ങനെയുള്ള വാർത്തകളൊക്കെ പിന്നീടാണ് വന്നത്. എന്തായാലും ഈ വിഷയത്തിൽ, ഈ ആക്രമണവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിഷയങ്ങളിൽ ഇന്ത്യ ശക്തമായ മറുപടിയാണ് പാകിസ്ഥാന് തിരികെ നൽകുന്നത് എന്നുള്ള വാർത്തകൾ രാജ്യാന്തര തലത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പാകിസ്ഥാന്റെ 3 എയർ ബേസുകൾക്ക് നേരെ നമ്മൾ ആക്രമണം നടത്തിയിട്ടുണ്ട്. ഇത് അവർ തന്നെ, പാകിസ്ഥാനി എയർഫോഴ്സിന്റെ ആളുകൾ തന്നെ, അവരുടെ സൈന്യത്തിന്റെ ആളുകൾ തന്നെ രാജ്യാന്തര മാധ്യമങ്ങളോട് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതേപോലെ റാവൽപിണ്ടി, ഇസ്ലാമാബാദ് തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്ഫോടനമുണ്ടായതായിട്ടുള്ള വാർത്തകളുണ്ട്. എന്തായാലും പാകിസ്ഥാൻ അവരുടെ എയർ സ്പേസ് അടച്ചതിന് ശേഷം പാകിസ്ഥാന്റെ വ്യോമ മേഖലകളിലൂടെ വിമാനങ്ങളൊന്നും തന്നെ പറക്കുന്നില്ല. നമ്മൾ ഇന്നലെയൊക്കെ ഏറ്റവും കൂടുതൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പാകിസ്ഥാൻ അവരുടെ വ്യോമ മേഖല അടയ്ക്കാതെ സിവിലിയൻ എയർക്രാഫ്റ്റുകളെ പറത്തിക്കൊണ്ടാണ് ഇന്ത്യയുടെ അതിർത്തിയോട് ചേർന്ന സ്ഥലങ്ങളിലൂടെ സിവിലിയൻ വിമാനങ്ങളെ പറത്തി പ്രതിസന്ധികൾ സൃഷ്ടിക്കുന്നു എന്നുള്ള വാർത്തകൾ നമ്മൾ ഇന്നലെ പ്രധാനമായി ചർച്ച ചെയ്തിരുന്നു. പ്രത്യേകിച്ച് അത് വിദേശകാര്യ മന്ത്രാലയം നടത്തിയ വാർത്താ സമ്മേളനത്തിലും അവരത് പ്രത്യേകം എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇന്ന് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ലൈവ് ട്രാക്കിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ പാകിസ്ഥാൻ ഇന്റർനാഷണൽ എയർലൈൻസിന്റെ ഒരു വിമാനം, അത് പാരീസിൽ നിന്ന് ഇസ്ലാമാബാദിലേക്കുള്ള ഒരു വിമാനം മാത്രമാണ് പാകിസ്ഥാന്റെ വ്യോമാതിർത്തിക്കുള്ളിലുള്ളത്. അല്ലാതെ മറ്റു വിമാനങ്ങളൊന്നും തന്നെ ഇല്ല. നേരത്തെ അങ്ങനെയല്ലായിരുന്നു. പാകിസ്ഥാനിലെ നിരവധി വിമാനങ്ങൾ, പാകിസ്ഥാനിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ പാകിസ്ഥാൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നിരവധി വിമാനങ്ങൾ പാകിസ്ഥാനിന്റെ ഉള്ളിലൂടെ പറക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമുക്ക് ഇന്നലെ കാണാമായിരുന്നു. അതിന്റെ ലൈവ് ട്രാക്കിംഗ് ഉണ്ടായിരുന്നു. ഇതിൽ തന്നെ പലതും ലാഹോർ, ഇസ്ലാമാബാദ് തുടങ്ങി
ഇന്ത്യൻ അതിർത്തികളോട് ചേർന്നായിരുന്നു പറക്കുന്നത് എന്നുള്ള വാർത്തകളും വന്നിരുന്നു. എന്തായാലും ഈ ഇന്നലത്തെ ഇന്ത്യക്ക് നേരെയുള്ള ഡ്രോൺ ആക്രമണം, ആ ഡ്രോൺ ആക്രമണത്തിൽ ശക്തമായ തിരിച്ചടി പാകിസ്ഥാന് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്ലെങ്കിൽ അവർ വളരെ പെട്ടെന്ന് ധൃതി പിടിച്ച് അവരുടെ വ്യോമ മേഖലയൊന്നും പൂർണ്ണമായി അവിടെ വിമാനങ്ങൾക്ക് നിരോധനമൊന്നും ഏർപ്പെടുത്തേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ തിരിച്ചടിയാണ് പാകിസ്ഥാൻ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അശ്വതി, ഒരു അസാധാരണ സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാമോ? ഒപ്പം ഈ വ്യോമപാത അടച്ച് കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സൂചിപ്പിച്ചതാണ് ഇത്തരത്തിൽ ഈ മറ്റ് വിമാനങ്ങൾ, യാത്രാ വിമാനങ്ങൾ കൊണ്ട് ഒരു തന്ത്രം അത് പാകിസ്ഥാൻ നടത്തുന്നു എന്നുള്ള രീതിയിൽ. അത്തരത്തിൽ ഇപ്പോൾ വ്യോമപാത കൂടി അടച്ച് ഒരു എന്തിനുള്ള മുന്നൊരുക്കമാണ് ഇപ്പോൾ നടത്തുന്നത്? വലിയ രീതിയിലൊരു ആക്രമണത്തിന് എന്തായാലും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഇന്ത്യ തിരിച്ചടി നൽകുന്നുണ്ട്. അത്തരത്തിൽ വലിയൊരു പ്രകോപനം പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടായാൽ അതിനേക്കാൾ അപ്പുറം ഒരു തിരിച്ചടി ഇന്ത്യ നൽകുമെന്നുറപ്പല്ലേ? തീർച്ചയായിട്ടും ശക്തമായ രീതിയിലുള്ള തിരിച്ചടി നമ്മുടെ രാജ്യം നൽകും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. നമ്മൾ ആദ്യം തന്നെ ഈ കാര്യം പറയുകയും ചെയ്തിരുന്നു. വിശേഷിച്ച് ഈ അവർ ഒരു സിവിലിയൻ എയർക്രാഫ്റ്റുകളെ ഒരു കവചമായി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം, ഒരു രീതിയാണ് നടത്തുന്നത്. അത് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് വരുന്ന ഡ്രോൺ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ നമുക്കിവിടെ തടയുന്നതിനും അതുപോലെ തന്നെ പ്രത്യാക്രമണം നടത്തുന്നതിനും ഒക്കെ ഈ സിവിലിയൻ എയർക്രാഫ്റ്റുകൾ നമ്മുടെ ഇന്ത്യൻ അതിർത്തിയോട് ചേർന്ന് പറക്കുമ്പോൾ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് സൃഷ്ടിക്കും എന്നുള്ളത് ഒരു വസ്തുതയാണ്. അത് കൃത്യമായി ഇന്നലെ അവർ പറയുകയും സൈന്യത്തിന്റെ വാർത്താ സമ്മേളനത്തിൽ ഇന്നലെ കൃത്യമായി പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്നലെ രാത്രി നടന്ന ആക്രമണത്തിൽ, പാകിസ്ഥാന്റെ ഡ്രോൺ ആക്രമണത്തിൽ പലർക്കും പൊള്ളലേൽക്കുകയും മറ്റും, ഇന്ത്യക്കാരായ പലർക്കും പൊള്ളലേറ്റു, പലർക്കും പരിക്കേറ്റു. അങ്ങനെ അതിർത്തി സംസ്ഥാനങ്ങളിലുള്ള പല സ്ഥലങ്ങളിൽ ആളുകൾക്ക് നേരെ ഈ ഡ്രോണുകൾ അയച്ചതുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ പരിക്കുകൾ ഏൽക്കുന്ന ആളുകളുടെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ തന്നെ കാണുകയും ചെയ്തതാണ്. എന്തായാലും ഈ 26 സ്ഥലങ്ങളിലേക്ക് അയച്ച പാകിസ്ഥാന്റെ ഡ്രോണുകളാണ് ഇന്നലെ തകർത്തത്. അതിൽ തന്നെ ശ്രീനഗർ വിമാനത്താവളത്തിന് സമീപം വരെ എത്തിയ ഡ്രോണുകളെ വെടിവെച്ചിട്ടു. ബാരാമുള്ളയിലും ഡ്രോണുകളെ സൈന്യത്തിന്റെ നേതൃത്വത്തിൽ തകർത്തിട്ടുണ്ട്. അങ്ങനെ ഈ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് രാജസ്ഥാനിലെ പൊക്രാൻ, പഞ്ചാബ് തുടങ്ങിയ സ്ഥലങ്ങളിൽ, ഗുജറാത്ത് അതിർത്തിയിൽ 10 ഡ്രോണുകളാണ് നമ്മൾ ഇന്നലെ രാത്രി തന്നെ തകർത്തത്. അങ്ങനെ പല സ്ഥലങ്ങളിലും നമ്മൾ കൃത്യമായി ഇടപെടുകയും അതിർത്തിയുടെ മേഖലകളിലെല്ലാം തന്നെ കൃത്യമായി ഇടപെട്ട് നമ്മുടെ വ്യോമ പ്രതിരോധ സംവിധാനം, നമ്മുടെ സൈന്യത്തിന്റെ സംവിധാനങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ ഇങ്ങോട്ടുള്ള ആക്രമണത്തെ നമ്മൾ ഫലപ്രദമായി പ്രതിരോധിക്കുക മാത്രമല്ല, പാകിസ്ഥാന് ശക്തമായ രീതിയിൽ, പ്രത്യേകിച്ച് അവരുടെ 3 എയർബേസ് ക്യാമ്പുകൾക്ക് നേരെ ആക്രമണം നടത്തി അവിടെ വലിയ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി നമ്മുടെ സൈന്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്തായാലും ഈ രീതിയിലുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് നൽകുന്നത്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതാണ്, ശ്രീനഗർ രാജ്യാന്തര വിമാനത്താവളം അതെന്തായാലും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. അടച്ചിട്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്രീനഗർ പോലെയുള്ള ജമ്മു കാശ്മീരിലെ ഒട്ടുമിക്ക വിമാനത്താവളങ്ങളിലും സൈന്യം കൂടി ഉപയോഗിക്കുന്ന വിമാനത്താവളങ്ങളാണ്. സാധാരണ ആളുകൾക്ക് യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആഭ്യന്തര രാജ്യാന്തര സർവീസുകളൊന്നും ഈ മേഖലയിൽ നിന്ന്, ഈ വിമാനത്താവളങ്ങളിൽ നിന്നില്ല എന്നേ ഉള്ളൂ. നമ്മുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ നിന്നെല്ലാം തന്നെ ഈ വിമാനത്താവളങ്ങളെല്ലാം തന്നെ അടച്ചിട്ടുണ്ട്. അതൊരു സുരക്ഷാ കാരണം മുൻനിർത്തിയാണ് അടച്ചത്. എന്നാൽ പാകിസ്ഥാൻ നേരെ മറിച്ചാണ് ചെയ്യുന്നത്. എന്തായാലും ഇന്നലെ നടന്ന ആക്രമണത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയായിരിക്കണം ഇന്ന് ഉച്ചവരെ ഈ വ്യോമപാത അടച്ചു എന്നുള്ള ഒരു പ്രതികരണത്തിലേക്ക് വന്നത്. ഇതിനിടയ്ക്ക് പാകിസ്ഥാനിൽ ഒരു ഭൂചലനം കൂടി റിപ്പോർട്ട് ചെയ്തിരുന്നു. പുലർച്ചെ ഏതാണ്ട് റിക്ടർ സ്കെയിലിൽ 4 തീവ്രത രേഖപ്പെടുത്തിയ ഒരു ഭൂചലനമാണ് റിപ്പോർട്ട് ചെയ്തത്. വലിയ തോതിലുള്ള ഒരു ഭൂചലനമല്ല എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 1:44 ഈ പാകിസ്ഥാനിൽ ഭൂചലനം റിപ്പോർട്ട് ചെയ്തത്. എന്നാൽ ഇതിൽ ആളപായമോ അല്ലെങ്കിൽ മറ്റ് നാശനഷ്ടങ്ങളോ ഉള്ളതായി ഇതുവരെ റിപ്പോർട്ടില്ല. അതുകൂടെ ഈ സമയത്ത്
പ്രത്യേകിച്ച് പറയേണ്ടതായിട്ടുണ്ട് എന്ന് തോന്നുന്നു. എന്തായാലും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 32 വിമാനത്താവളങ്ങൾ താൽക്കാലികമായി അടച്ചിട്ടിരിക്കുന്നതായിട്ടാണ് നമ്മളെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. പല വിമാനത്താവളങ്ങളും പല ദിവസങ്ങളിലേക്ക് മെയ് 14 വരെയുള്ള സമയത്തേക്കാണ് നിലവിൽ അടച്ചിരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വരുന്നത്. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാന്റെ വിവിധ നഗരങ്ങളിൽ സ്ഫോടനമുണ്ടായി എന്നുള്ള വാർത്ത ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കട്ടെ. ഇസ്ലാമാബാദ്, ലാഹോർ, അങ്ങനെ ഷോർക്കോട്ട്, റാവൽപിണ്ടി തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ സ്ഫോടനം ഉണ്ടായതായി ദേശീയ മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മറ്റൊരു സങ്കടകരമായ കാര്യം, പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിൽ ഉറിയിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത വരുന്നുണ്ട്. അതേപോലെ ജമ്മു കാശ്മീരിലെ 5 അതിർത്തി ജില്ലകളിൽ നിന്നുള്ള ആളുകളെ ഒഴിപ്പിക്കുന്നത് ജില്ലാ ഭരണകൂടത്തിന്റെയും സൈന്യത്തിന്റെയും മറ്റും നേതൃത്വത്തിൽ തുടരുന്നുമുണ്ട്. കാരണം ആളുകൾക്ക് നേരെ ഇന്ത്യൻ പട്ടാളം പാകിസ്ഥാനിലെ പട്ടാളത്തോടോ അല്ലെങ്കിൽ ഭീകരരോടോ ഏറ്റുമുട്ടുമ്പോൾ പാകിസ്ഥാൻ തിരികെ ചെയ്യുന്നത് നമ്മുടെ നാട്ടിൽ സാധാരണക്കാരായ ആളുകൾക്ക് നേരെ, ആയുധമില്ലാത്ത സിവിലിയൻ പൗരന്മാർക്ക് നേരെയാണ് ആക്രമണം നടത്തുന്നത് എന്നുള്ളതുകൊണ്ട് സ്വാഭാവികമായും ഇന്ത്യ അത് രാജ്യാന്തര സമൂഹങ്ങളുടെ ഫോറങ്ങളിൽ ഉൾപ്പെടെ ഇനി വരുന്ന ദിവസങ്ങളിൽ ഉയർത്തിക്കാട്ടും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. എന്തായാലും ഈ മണിക്കൂറുകളിൽ ഇത് സംബന്ധിച്ച് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്. അശ്വതി, ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.